അസാധ്യങ്ങളുടെ നടുവിൽ നീ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. നിന്റെ മുൻപിൽ അത്ഭുതങ്ങൾ വെളിപ്പെടും. എല്ലാവർക്കും നല്ലൊരു പ്രഭാതവന്ദനം ഞാൻ ആശംസിക്കുകയാണ്. ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശമായി ഈ പകൽക്കാലവും നിങ്ങളുടെ മുൻപിൽ കടന്നു വരുവാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതേ പ്രിയരെ, നല്ലൊരു പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. നന്ദിയോടെ ആ കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് കടന്നു വരാം. ഈ പ്രഭാതത്തിലും ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ചിന്ത വേഗത്തിൽ ഞാൻ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയരെ, അതേ വിശ്വാസത്തോടെ നാം മുന്നോട്ട് പോകുക. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനം. ഈ എബ്രായ ലേഖനം 11-ാം അധ്യായം നാം സവിസ്തരം പഠിച്ചു കഴിഞ്ഞാൽ വിശ്വാസത്തിൻ്റെ ഡെഫിനിഷൻ എല്ലാം അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുകയാണ്. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് ആഴമായ വിശ്വാസത്തെ വ്യക്തമായി പരിശുദ്ധാത്മാവ് വരച്ച് കാണിക്കുകയാണ്. അതിനകത്ത് പറയുന്നൊരു പദമാണ് നാം കുറിവാക്യമായി വായിച്ചത്: വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. ഞാൻ സ്നേഹത്തോടെ ഈ പ്രഭാതത്തിൽ നിറപുഞ്ചിരിയോടെ നിങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ ഒരു ദൂത് ഞാൻ കൈമാറട്ടെ. ഒത്തിരി പരാജയങ്ങളുടെ നടുവിലായിരിക്കും ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നത്. ഒത്തിരി പ്രതിസന്ധികൾ, താങ്ങാൻ കഴിയാത്ത വേദന, ആരോടും പറയാൻ ഒരു സപ്പോർട്ട് പോലും നിന്റെ വീട്ടിനകത്ത് നിനക്കുണ്ടാകണമെന്നില്ല. ഒരു നല്ല വാക്ക് പറയാൻ ആരും നിന്റെ കൂടെ കാണണമെന്നില്ല. അങ്ങനത്തെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിനകത്ത് ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആത്മാവിൽ ഞാൻ പറയാം, നീ ട്രസ്റ്റ് ചെയ്യേണ്ടത് മനുഷ്യനെയല്ല, നീ നോക്കേണ്ടത് മനുഷ്യനെയല്ല, നിന്റെ കണ്ണുകൾ ഉടക്കേണ്ടത് ഈ ഭൂമിയിലല്ല. നീ ട്രസ്റ്റ് ചെയ്യേണ്ടത്, നീ വിശ്വസിക്കേണ്ടത് നിന്നോടോ വാക്തത്വം പറഞ്ഞ, നിന്നെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നിന്നെ കണ്ട, നിന്നെ പേർ ചൊല്ലി വിളിച്ച ആ കർത്താവിനെയാണ്. പ്രിയരെ, എത്രത്തോളം വിശ്വാസം വർദ്ധിക്കുമോ അത്രത്തോളം നമുക്ക് അത്ഭുതങ്ങളിൽ നടക്കാൻ കഴിയും. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എത്രത്തോളം വിശ്വാസം വർദ്ധിക്കുമോ അത്രത്തോളം നിങ്ങൾക്ക് അത്ഭുതങ്ങളിൽ നടക്കാൻ കഴിയും. ഈ പ്രഭാതത്തിനകത്ത് അങ്ങനെ ഒരു പ്രാർത്ഥന ഉയരണം: കർത്താവേ, എൻ്റെ ജീവിതത്തിനകത്ത് വിശ്വാസത്തെ നീ ഒന്ന് വർദ്ധിപ്പിക്കണം, വിശ്വാസത്തിൻ്റെ വരത്തെ നൽകണം. ആ പദം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരുടെയൊക്കെ ഹൃദയത്തിനകത്ത് അങ്ങനെ ചില ആഗ്രഹങ്ങൾ വെളിപ്പെടുകയാണ്. പ്രിയരെ, വിശ്വാസത്താൽ ഒന്ന് നടന്നു നോക്കിയേ, നിന്റെ ജീവിതം അവർണ്ണനീയമായി മാറും. വേദപുസ്തകത്തിനകത്ത് വിശ്വാസത്താൽ സഞ്ചരിച്ച ഒത്തിരി പേരുണ്ട്. നമ്മുടെ ഹൃദയത്തിനകത്ത് വിശ്വാസം എന്ന് പറയുമ്പോൾ തന്നെ ഓടി വരുന്ന വ്യക്തി അബ്രഹാമാണ്. He is a man of faith. അവൻ വിശ്വാസത്തിൻ്റെ ഒരു മനുഷ്യനായിരുന്നു. എന്താണ് പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും അത്ഭുതങ്ങൾ വെളിപ്പെടാത്തത്? നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട്, നമ്മൾ ഉപവസിക്കാറുണ്ട്. ഈ പ്രഭാതത്തിനും ഒരുപക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കാം ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നത്. എനിക്കറിയാം, തുടർമാനമായി ഈ സന്ദേശത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. ഒരു ദിവസം സന്ദേശം ലാഗായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന വ്യക്തികളുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്, പ്രാർത്ഥനയോടെ ദൈവവചന ധ്യാനത്തോടെ ഓരോ പകലും എഴുന്നേറ്റ് വരുന്ന, അല്ലെങ്കിൽ ഓരോ പകലിനെയും സ്വീകരിക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ ഒത്തിരി എഫേർട്ട് ഇടുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, എല്ലാ പ്രാർത്ഥനകളും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എവിടെയൊക്കെ ഒരു പരിധിക്കപ്പുറം അത്ഭുതങ്ങൾ വെളിപ്പെടുന്നില്ല, അതിശയങ്ങൾ വെളിപ്പെടുന്നില്ല. പ്രാർത്ഥനയ്ക്ക് കുറവില്ല, ആരാധനയ്ക്ക് കുറവില്ല, സമർപ്പണത്തിന് കുറവില്ല. പക്ഷേ എവിടെയൊക്കെ അത്ഭുതങ്ങൾ ഡിലേ ആകുന്നുണ്ട്. ഈ സന്ദേശം ഞാൻ കൈമാറുമ്പോൾ
ഒത്തിരി എഫേർട്ട് ഇട്ട് പഠിക്കുന്നുണ്ട്, ഒത്തിരി എഫേർട്ട് ഇട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഏതൊക്കെ എക്സാമുകൾ ഫെയിലാവുക, ഏതൊക്കെ രാജ്യങ്ങളുടെ വാതിലുകൾ അടയുകയാണ്, ഏതൊക്കെ ബിസിനസ്സുകൾ ലോയായി മാറിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ പ്രിയരെ, വിശ്വാസത്തിൽ നടക്കാൻ പഠിക്കുക. വിശ്വാസത്തിൽ നടക്കുക എന്നുദ്ദേശിച്ചത് ഞായറാഴ്ച വേദപുസ്തകം കൊണ്ട് ചർച്ചിൽ വരുന്ന കാര്യമില്ല. അത് നല്ലതാണ്, അത് ആവശ്യമാണ്, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് വിശ്വാസത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് ഇൻ ഗോഡ്, ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മൾ വാക്കുകൊണ്ട് പറയും, പ്രവൃത്തിയിലില്ല. നമ്മുടെ നാവിനകത്തുണ്ട്, ഹൃദയത്തിലില്ല. നമ്മൾ പുറമെ കാണിക്കും വിശ്വാസം ഉണ്ടെന്ന്, പക്ഷെ അകത്തെ മനുഷ്യനില്ല വിശ്വാസം. നമ്മൾ പുറമെ പലതും പ്രകടമാക്കും, പക്ഷെ അകത്ത് വിശ്വാസമില്ല. പുറമെ കാണിക്കേണ്ടതല്ല വിശ്വാസം, അകത്തുനിന്ന് വെളിപ്പെടേണ്ടതാണ് വിശ്വാസം. അങ്ങനൊരു വിശ്വാസത്തിന്റെ തലത്തിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടുന്നത് അബ്രഹാമാണ്. പക്ഷേ അബ്രഹാമിനോട് പറയുന്നു, നിന്റെ ഏകജാതനായ പുത്രനെ എനിക്ക് യാഗമർപ്പിക്കണമെന്ന് അബ്രഹാമിനോട് പറയുമ്പോൾ തന്നെ അബ്രഹാം മറുത്തൊന്നും പറഞ്ഞില്ല, യാഗമർപ്പിച്ചു. യാഗമർപ്പിക്കാൻ മോറിയ ദേശത്ത് പോയി. അവൻ അറിഞ്ഞതും വിറക് വെട്ടിക്കീറി ദാസന്മാരെ വിളിച്ചു, കഴുതയ്ക്ക് കോപ്പിട്ട് 3 ദിവസം സഞ്ചരിച്ച് മോറിയ ദേശത്തെത്തി. ഞാൻ ആത്മാവിൽ പറയാം പ്രിയരെ, ആ ഭക്തനെ പറ്റി പിന്നത്തതിൽ വേദപുസ്തകത്തിനകത്ത് പൗലൂസ് എഴുതി, അവൻ വിശ്വസിച്ചത് എൻ്റെ തലമുറയായ ഇസഹാക്കിനെ, വാഗ്ദത്തത്തിന്റെ ചിരിയെ ഞാൻ യാഗമർപ്പിച്ചാലും ആ ചാരത്തുനിന്ന് എനിക്ക് തലമുറകളെ സൃഷ്ടിച്ചു തരാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് അബ്രഹാം വിശ്വസിച്ചു. അങ്ങനെയുള്ള ഭക്തന് ദൈവപ്രവൃത്തി വെളിപ്പെടാതിരിക്കാൻ കഴിയില്ല. അത്രയും വിശ്വാസമുള്ളവന്റെ മുൻപിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാതിരിക്കത്തില്ല, ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാൻ കഴിയില്ല. ഞാൻ ആത്മാവിൽ പറയാം, ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ടിറങ്ങുക. ആർക്കും പാസ്സാകാൻ കഴിയാത്ത എക്സാം ആണെങ്കിലും ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ടിറങ്ങുക. ആരുടെ മുൻപിൽ തുറക്കാത്ത വാതിലാണെങ്കിലും വിശ്വസിച്ച് മുന്നോട്ടിറങ്ങുക. നിന്നെക്കാൾ കഴിവുള്ളവർ, പഠിപ്പുള്ളവർ, പണമുള്ളവർ, യോഗ്യതയുള്ളവർക്ക് കാണും, അവർക്കൊന്നും വിശ്വാസം കാണില്ല. നീ വിശ്വാസത്തോടെ മുന്നോട്ട് പോകും. ഈ വചനം നിങ്ങളെ സ്ട്രെങ്തൻ ചെയ്യുകയാണ്, നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ വെളിപ്പെടുത്തും. ഞാനൊരു ഉപമ ഇങ്ങനെ പറയട്ടെ. നല്ല ഒരു കൂരിരുട്ട് നിറഞ്ഞ രാത്രിയിൽ നമ്മൾ ഭവനത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു ടോർച്ചോ ഈവൻ മൊബൈലിലെ ഫ്ലാഷ് ലൈറ്റോ നമ്മൾ ഓൺ ചെയ്തിട്ട് നടന്നു പോകുമ്പോൾ ആ ടോർച്ചിന്റെ വെട്ടത്തിൽ, ആ വെളിച്ചത്തിൽ കേവലം ഒരു 10 മീറ്റർ മാത്രമേ ആ ഇരുട്ടിന്റെ നടുവിൽ, ആ രാത്രിയുടെ നടുവിൽ നമുക്ക് കാഴ്ചയുള്ളൂ, കാണാൻ കഴിയത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ആ 10 മീറ്ററിനകത്തുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. പക്ഷെ ആ ടോർച്ചും പിടിച്ച് ആ 10 മീറ്ററിന്റെ അവിടെ നമ്മൾ എത്തുമ്പോൾ അടുത്ത 10 മീറ്ററും കൂടെ കാണാം. അതാ വിശ്വാസം. അതാണ് വിശ്വാസത്തിലുള്ളത്. വിശ്വാസത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചെറിയ വെളിച്ചമേ കാണത്തുള്ളൂ, പക്ഷെ വിശ്വാസത്തോടൊപ്പോ ആ വെളിച്ചം എക്സ്പാൻഡ് ചെയ്യും. നമ്മുടെ ജീവിതത്തിനകത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത വഴികൾ അങ്ങനെയാണ് വെളിപ്പെടുന്നത്. അല്ലാതെ എല്ലാവരുടെ മുൻപിലും വലിയ വാതിലുകൾ തുറന്നിട്ടല്ല അവർ വിശ്വാസത്താൽ പലതും പിടിച്ചെടുത്തത്, പലതും നേടിയെടുത്തത്. അവർ വിശ്വാസത്താൽ നടന്നതുകൊണ്ടാണ്. വിശ്വസിക്ക്, നീ ഒരു കാര്യത്തിന് നീ സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ അതിനുവേണ്ടി ദൈവം വഴികളെ തുറക്കും. അതിനുവേണ്ടി വ്യക്തി ജീവിതങ്ങളെ എഴുന്നേൽപ്പിക്കും. അതിനുവേണ്ടി കുടുംബങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കും. അങ്ങനെ നിനക്ക് ദൈവിക മുഖാന്തരങ്ങളെ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തും. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ എൻകറേജ് ചെയ്യുക, വിശ്വാസത്തിൽ നടക്കുക, ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറ്റ് പോവുക. അത്ഭുതങ്ങളും അടയാളങ്ങളും നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. ദൈവദാസനെ, അങ്ങനെ എനിക്ക് വിശ്വാസത്തിൽ നടക്കണമെന്ന്
ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിമിഷം എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചോ. സ്വർഗീയമല്ല കർത്താവേ, ഈ പ്രഭാതത്തിൽ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കും. ഇവരേതു ദേശത്തിരുന്ന് ഏത് രാജ്യത്തിലിരുന്ന് ഈ സന്ദേശം കേട്ട് ഞങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചാലും ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ മുൻപിൽ അടഞ്ഞ വാതിലുകൾ തുറന്നു വരട്ടെ. ഞങ്ങൾ വിശ്വാസത്തോടെ സ്റ്റെപ്പ് എടുക്കുമ്പോൾ ദൈവിക പ്രോമിസുകൾ അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇൻ ദി നെയിം ഓഫ് ജീസസ്, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ വഴികളെ തുറന്ന് പ്രാർത്ഥിക്കുന്നു, വാതിലുകളെ തുറന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ. വിശ്വസിക്കാൻ, വിശ്വാസത്തിൽ നടപ്പാൻ ഉള്ള ഒരു കൃപ അധികമായി വെളിപ്പെടുന്നു. ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അതേ പ്രിയരെ, ഈ പ്രഭാതത്തിൽ നമുക്ക് വിശ്വാസത്തിൽ ഒന്ന് നടക്കാമോ? വിശ്വാസത്താൽ ഒന്ന് മുന്നേറ്റം നടക്കാമോ? ഈ അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കും. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള സന്ദേശം തുടർമാനമായി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ മിനിസ്ട്രിയുടെ മീറ്റിങ്ങിൽ ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ പ്രഭാതത്തിലും ദൈവം നിങ്ങളോട് ഇതുപോലെയുള്ള സന്ദേശങ്ങളിലൂടെ, ദൈവിക സന്ദേശങ്ങളിൽ ഞാൻ നിങ്ങളുടെ മുൻപിൽ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥന ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ലെറ്റ് us start our journey with Holy Spirit. പരിശുദ്ധാത്മാവിനോടൊപ്പം ഒരു യാത്ര തിരിക്കാമോ? God bless you.